എന്തായിന്ന് വെച്ചാൽ എരിവ് കണ്ട് കേറിയിട്ട് കൂന്തള്ളില്ലേ കറങ്ങി 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 എന്തൊക്കെയോ നടന്നു. ആ നടന്ന സ്ഥിതിക്ക് ലാസ്റ്റ് ഇവിടെ ഒരു മല കയറി മല കാണാൻ. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പോവുകയാണ്. നമ്മൾ ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഒന്ന് പാലക്കാട് വരെ ഒന്ന് പോയി വരാമെന്ന് കരുതി. സൺഡേ അല്ലേ, അപ്പോൾ അതെ ഒന്ന് ആ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് നെൽപ്പാടങ്ങൾ കണ്ട് കാണുന്ന വിചാരിച്ചുകൊണ്ട് നമ്മൾ പോകാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ 4 ആൾക്കാരാണ് പോകുന്നത്. കാരണം ചക്കന്മാരെല്ലാവരും വെവ്വേറെ വൈക്ക് പോയി. അപ്പോൾ എല്ലാവരും വെച്ച് നമ്മൾ പോന്നു, ട്രിപ്പ് പ്ലാൻ ചെയ്തു പോന്നു. അപ്പോൾ രാവിലെ പ്ലാൻ ചെയ്തു പോന്നു. അപ്പോൾ ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. കാഴ്ചകളിലേക്ക് ഹബീബച്ചാർ ഫായിദ് ദുബായിയുടെ സ്വന്തം മറ്റേ വണ്ടി കേടത്തുന്ന ഗൈസ്. ഞങ്ങള് ഇപ്പൊ കുടുങ്ങി ഗൈസ്. ഹബീബിന്റെ വീട്ടിൽ കുറച്ച് വിഷയമാണ് ഗൈസ്. അതെ ഗൈസ്, ഹബീബിന്റെ വീട്ടിൽ നിന്ന് വിടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അയ്യോ, ക്യാമറ ഓണാക്കി വിഷയം ഹബീബ് വരുന്നില്ല ഗൈസ്. ഞങ്ങൾ 3 ആളാണെങ്കിലും പോകും. അതത്രേ ഉള്ളൂ. 3 ആളാണ്, 2 ആളാണെങ്കിലും ഒരാള് 10 പോകും. അങ്ങനല്ലേ, അത് ഡാർക്കാവും. വെക്ക് അപ്പുറത്ത് ഇവിടെ ഞാൻ ആക്കണ്ട. ഹലോ അപ്പൊ ഗൈസ് നമ്മൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. എന്താ സുഹൃത്തെ ലാഗാക്കിയേ? ഒന്നും പറയാനില്ല. ഈ ടൈമിന് പോണാണ് ഏറ്റവും അത്യുത്തമം. അതെ, അത്യുത്തമം. പാലക്കാട് ട്രിപ്പ് പോണ് ഇങ്ങോട്ട്. ഇത് ഹുഡ് കിട്ടാണ്ട് ഇപ്പൊ തന്നെ ചൂടാ. അത്യാവശ്യം നമ്മള് എണ്ണ അടിക്കാണ്. ജൂപ്പിറ്റർ മയനാണ്. ഹൗ മച്ച്? 2000 പെട്രോൾ ഇൻഡിഗോ. ആ അല്ല, ഞങ്ങൾ എണ്ണ അടിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണേണ്ടേ. കാടുകൾ കഥകൾ നിലക്കാതെ 500 ഓഫ് കോഴ്സ്. ഏതോ ഒരു നല്ലൊരു ചെറുക്കൻ ഞങ്ങളോട് പറഞ്ഞു കാറ്റില്ല, തീരെ കാറ്റില്ല, അതുകൊണ്ട് കാറ്റടിക്കാൻ വന്നു. അതുകൊണ്ട് കഴിച്ചില്ലായി, അല്ലെങ്കിൽ മുഞ്ചിനി. അപ്പൊ ബാക്കി കാഴ്ചകൾ കാറ്റടിച്ച് കഴിഞ്ഞിട്ട് പോകുമായി നിങ്ങളെ കാണിക്കും. നമ്മള് പുതിയൊരു വ്ളോഗർ ഉദയം കൊണ്ടിരിക്കുന്നു. മത്തി പുതിയ വ്ളോഗറായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മള് പോണ വഴിക്ക് നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാ, അവിടെ നല്ലൊരു സീനറി ഉണ്ട്. കിട്ടോ? അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു എസ്തെറ്റിക് മൂഡിന് വേണ്ടി കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, താങ്ക് യു മച്ചാ.
എന്ത് പ്രോസസ്ഡ് ഷുഗർ ഇതൊക്കെ നാച്ചുറൽ നാച്ചുറൽ ഷുഗർ ഇല്ല. നാച്ചുറൽ ഷുഗർ ആണ് ഇല്ല. പക്ഷെ ലൈമ് കുറച്ചുകൂടെ പോയായിരുന്നു അല്ലേ? ലൈമും 1 ഇഞ്ചൊക്കെ ഇട്ട നാക്കായി പോകും. അതെ കഴിക്ക് കഴിച്ചോ ഗൈസ്? മത്തി ജിമ്മിന് പോണ്ട് എനിക്ക് വേണ്ട. ഗൈസ് അപ്പോ യാത്രകൾ തുടരാണ്. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് കണ്ടെത്തി, പാലക്കാട് വഴി. അപ്പോൾ ആ ഫുഡ് സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വരട്ടെ. അപ്പോൾ ഞങ്ങൾ വിശപ്പുണ്ട്. അപ്പോൾ ബാക്കി കഴിച്ചത് ഫുഡ് വന്നിട്ട് സൗണ്ട് ടീമുണ്ട് ഇവിടെ. ഫായ് എത്തിയിട്ടുണ്ട്. അവിടെ ഓർഡർ ആളെ തരാതെ. നമ്മളിപ്പോൾ നിലവിൽ ഓർഡർ ചെയ്ത ഫുഡാണിത്. കൂന്തൽ ബീഫ് കൊണ്ടാട്ടം, പൂള, അപ്പം, എന്ത് മീനത്? പൂമീൻ, പിന്നെ ചിക്കൻ കറി. ഇത് ഞങ്ങൾ സാമ്പിളാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടാ പിന്നെ ഞങ്ങളല്ലാതെയോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് വരാം. എരിവും പൊളിയും. ഈ തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമുക്ക് 4 പേർക്ക് 1010. ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് 1010. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഓ എരു ഗൈസ്. ഫുഡൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ എന്തായിന്ന് വെച്ചാൽ എരിവ് കണ്ട് കയറിയിട്ട് കൂന്തളില്ലേ. അപ്പോൾ ഗൈസ് അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടി ഞങ്ങൾ യാത്ര തിരികാണ്. അപ്പോൾ ആ കാഴ്ചകളുമായി വരാം. അപ്പൊ ഗൈസ് എന്താ സീൻ വെച്ച് കഴിഞ്ഞാല് ക്ഷീണം. കാരണം ഫുഡ് പെരും ഫുഡ്. ആ പെരും ഫുഡില് അടിച്ചു മിന്നി എരിവാണെങ്കിലും അടിച്ചങ്ങ് പിന്നില്ലേ. ഉറക്കങ്ങ് പാസ്സാക്കി നൈസായിട്ട്. ഇല്ലാതെ ശരിയാവില്ല ഉറക്കം. ഉറങ്ങി പോവുകയാണ് കാരണം ഈ ക്ഷീണത്തില്. അയ്യോ നമ്മളിപ്പോ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണപ്പോ എന്തിനെത്തി എവിടെത്തി എന്തിനെത്തിയത് കൊടുത്തില്ല. ലൊക്കേഷൻ പിടിക്കട്ടെ. അപ്പോ പാലക്കാട് സ്പെഷ്യൽ അരിഷ്ടം സോഡ അടി നമ്മള് കുറെ അമ്പലച്ചുംബരികളായ കെട്ടിടങ്ങൾക്ക് നടുവിൽ ഒരു സോഡ എടുക്കാനും വേണ്ടി നിർത്തിയതാണ്. കുറച്ച് ഉൾഗ്രാമല്ല ഏത്. അയ്യോ പോയ വഴി ഞങ്ങളുടെ ഇതല്ലാത്തതിനാൽ ഞങ്ങൾ വേറെ വഴി തേടി അലിയുകയാണ്. പാലക്കാടൻ കാടുകളിലൂടെ. ഗൂഗിൾ മാപ്പ് ചതിച്ചു. എന്താ ചെയ്യാ. അപ്പൊ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ തപ്പി വേറെ വഴിക്ക് പോകാൻ ശ്രമിക്കുകയാണ്. വ്യസന സമേതം പാലക്കാട്. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് കറങ്ങി എന്നല്ലാതെ വേറൊന്നും നടന്നില്ല. അപ്പോൾ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. റീലും കണ്ട് വന്നാണ് മെയിനായിട്ട്. അപ്പോൾ റീലിൽ കാണുന്ന ഭംഗി റീലിലേ ഉണ്ടാവുള്ളൂ, നേരിട്ടുണ്ടാവില്ല അല്ലേ. അത് നമ്മളൊന്നുകൂടി മനസ്സിലാക്കി ശ്രമിക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മല കണ്ടു. അപ്പോൾ മല അതൊന്ന് ചെയ്തിട്ട് കയറാന്ന് കരുതിയാണ് എന്നെ കൊണ്ട് ചെയ്യാം. അപ്പം നമ്മളിതാ അവിടെ ഒരു വ്യൂ. വാവ്, മലമ്പുഴ ഡാം. റോപ്പ് വേയിൽ ഇത് അങ്ങനെ പോകുന്നുണ്ട്. മലമ്പുഴ ഡാം ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ റോപ്പ് വേയിൽ കയറിയിനി. ഇനി ഒരു രണ്ടാളും അങ്ങോട്ടൊക്കെ കയറി പോയിക്കണ്. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ
വ്യസന സമയത്ത് മൂഞ്ചി ചെറുതായിട്ട് മൂഞ്ചി. നമ്മുടെ മയിലൂടെ സംഹാര താണ്ഡവം തോന്നുന്നു. ആ 2 പുലിയന്മാർ അവിടെ എത്തിക്കണ്. പുലി തന്നെ. അപ്പം അങ്ങോട്ട് പോയേക്കണം. സൗണ്ടൊന്നുമില്ല. അയ്യോ എന്ത് പുലി ചെയ്യണേ. ലാസ്റ്റ് അവസാനം ഫുഡുമേ ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ പരിപാടികളൊന്നും വിചാരിച്ചമാരൊന്നും നടക്കാത്തതുകൊണ്ട് മെയിൻ ഫുഡ് ഇത് ഫുള്ള് ഫുഡേ ഉള്ളൂ. വേറൊന്നും നടന്നില്ല. കൂന്തൽ ഫ്രൈ പാളിയതുകൊണ്ട് സ്ഥലങ്ങൾ കാണാൻ്റെ മൂടങ്ങോട്ട് പോയി. ടേസ്റ്റിൽ ഒന്നൊന്നുമില്ല. പൊടിക്ക് ഉച്ചക്ക് അറിയില്ല. അപ്പോഴുണ്ട് പിന്നെ രാത്രി എന്തെങ്കിലും കഴിക്കട്ടെ, അത് നിർബന്ധമാണല്ലോ. അപ്പൊ ഫുഡ് വരട്ടെ, ബാക്കി കാഴ്ചകളൊക്കെ എത്തി. വിചാരിച്ചമാരില്ല വ്ളോഗില്ലല്ലോ, വിചാരിച്ചറിയാം. എന്നാലും മറ്റേ അപ്പൊ രായി എടുക്ക് ബൈ അറിയാം. എല്ലാം പെർഫെക്റ്റ് ആവില്ല. അതെ, അതൊക്കെ ഇൻപെർഫെക്റ്റ് ആവും. നന്നായി പോകുന്നു വിചാരിച്ച ഈ ട്രിപ്പ് ഇന്ന് ചെറുതായിട്ടൊന്ന് മൂച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ. അങ്ങനെ ചില അത്രയ്ക്കാണ് The person made the day very special. The iconic culture. സെറ്റല്ലേ അപ്പൊ ഗൈസ് ഈ ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വലിയൊരു വ്ളോഗാക്കി വലിയൊരു രസകരമായ ട്രിപ്പൊക്കെ ഉദ്ദേശിച്ചാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും നടന്നില്ല. രാവിലെ തീരുമാനിച്ചുകൊണ്ടാണ് പോകുന്നതുകൊണ്ട് ചില യാത്രകൾ അങ്ങനെയാണ് ഗൈസ്, നമ്മൾ വിചാരിച്ച മാതിരി നടക്കൂല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ സോറി, വിചാരിച്ച മാതിരി ഞങ്ങൾക്ക് തരാത്തത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ചില യാത്രകൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കരുതുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ മുൻപോട്ടുള്ള എല്ലാവിധ സപ്പോർട്ട്, ഇതുവരെയുള്ള എല്ലാവിധ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് വിനീതി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കുക. സബ്സ്ക്രൈബ് കൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ ഗൈസ് ഇതിന് കിടിലം വേറെ വ്ളോഗുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്. കിടിലം ട്രാവൽ വ്ളോഗുമായി ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. കുമാരൻ കൂടെ ഉണ്ട്. ഇവിടെ ഒരു പമ്പിൽ നമ്മൾ സൈഡാക്കിയിട്ടാണ് ഇപ്പോൾ പോവും. അപ്പോൾ നീ